അപ്പോൾ നമ്മളിപ്പോൾ ഉള്ളത് വെളിമാനം സെൻറ്റ് സെബാസ്റ്റ്യൻ ഹയർ സെക്കൻഡറി സ്കൂളിലാണ്. അപ്പോൾ ഈ സ്കൂളിനെ സംബന്ധിച്ച് ഇന്ന് ഏറ്റവും ആഹ്ലാദപരമായ ഒരു ദിവസം, ഒരു ദിനം കൂടിയാണ്. കാരണം കഴിഞ്ഞ സ്കൂൾ സബ് ജില്ലാ സംസ്ഥാന തലങ്ങളിൽ ഒട്ടനവധി സമ്മാനങ്ങൾ വാരിക്കൂട്ടിയിട്ടുള്ള ഒരു സ്കൂളാണ് നമ്മുടെ വെളിമാനം സെൻറ്റ് സെബാസ്റ്റ്യൻ ഹയർ സെക്കൻഡറി സ്കൂൾ. അപ്പോൾ ഈ ഇൻസ്റ്റിറ്റ്യൂട്ടിന് ഒരു പൊന്തൂവൽ നേടിക്കൊടുത്തിട്ടുള്ള സംസ്ഥാന തലത്തിൽ മോണാക്റ്റിൽ എ ഗ്രേഡ് കിട്ടിയ ഒരു കൂട്ടുകാരിയാണ് നമ്മുടെ കൂടെയുള്ളത്. പേര് ഫ്രിഡ സിമോൺ അല്ലേ? ഫ്രിഡ സിമോൺ, എന്ത് തോന്നുന്നു നമ്മുടെ ഈ വിജയ തിളക്കത്തെക്കുറിച്ച്? നല്ല സന്തോഷമുണ്ട്. പിന്നെ സ്കൂളുകാരും വീട്ടുകാരെല്ലാം നല്ല സപ്പോർട്ട് ചെയ്യുന്നു, അതുകൊണ്ട് തന്നെ കിട്ടിയ നല്ല സന്തോഷമുണ്ട്. ആരാണ് പ്രാക്ടീസ്, ആരാണ് കോച്ച്? പ്രാക്ടീസ് അച്ഛൻ സ്ക്രിപ്റ്റ് എഴുതി, പിന്നെ അമ്മയും ഞാനും വീട്ടിലിരുന്ന് പഠിക്കുക ചെയ്ത്. നമുക്ക് വേണ്ടി പങ്കെടുത്ത ചെറിയൊരു ഇത് നമുക്ക് വേണ്ടി കാണിച്ചു തരില്ല കോച്ച്? അപ്പോൾ രാമന്നാർ പറയണത് ആ അയ്യങ്കാളി ആ പെണ്ണിനെ നമ്മൾ സ്കൂളിലെ ബെഞ്ചിലിരുത്തിനാ നമ്പ്ര രാജാവിൻ്റെയും സാഹിബിൻ്റെയും കൽപ്പന ഉണ്ടെന്ന് പറഞ്ഞ് ആ കുരങ്ങിനെ നമ്മൾ സ്കൂളിലെ ബെഞ്ചിലിരുത്തി. ഓ എന്നിട്ട് അവൾ പഠിച്ചോ? വൈകുന്നേരം വരെ പഠിച്ച്. ആഹാ, എന്നാലേ അവളിരുന്ന് ആ ബെഞ്ചും വേണ്ട സ്കൂളും വേണ്ട, എല്ലാം അങ്ങോട്ട് കത്തിക്കാം. ഇന്ന് രാത്രി തന്നെ കത്തിക്കാം. ഓൾ ദി ബെസ്റ്റ്. അപ്പോൾ നമ്മുടെ കൂടെയുള്ളത് നമ്മുടെ സെൻറ്റ് സെബാസ്റ്റ്യൻ ഹൈസ്കൂളിൻ്റെ ഹെഡ് മാസ്റ്ററാണ്. പക്ഷേ ഈ അധ്യയന വർഷം ഏറ്റവും ഒരുപാട് സമ്മാനങ്ങൾ വാങ്ങിക്കൂട്ടിയ ഒരു അധ്യയന വർഷം കൂടിയാണ്. കാരണം ഇതുവരെ കിട്ടാത്ത നാടകത്തിന് പോലും ജില്ലാതലത്തിൽ മത്സരിക്കാനുള്ള ഒരു ഭാഗ്യം കിട്ടിയ അത്രയും മിടുക്കരായ വിദ്യാർത്ഥികളൊക്കെ ഉണ്ട്. എങ്ങനെ തോന്നുന്നു ഈ ഒരു വിജയത്തിളക്കത്ത്? വളരെ വലിയ സന്തോഷം തോന്നുന്നു. വെളിമാനം സെൻറ്റ് സെബാസ്റ്റ്യൻ ഹൈസ്കൂളിനെ സംബന്ധിച്ച് ഒരു ചരിത്ര വിജയത്തിൻ്റെ വർഷമായിട്ട് ഈ വർഷം നമുക്ക് ഒരുപാട് നേട്ടങ്ങൾ നമ്മുടെ പ്രിയപ്പെട്ട മക്കൾ സമ്മാനിക്കുകയുണ്ടായി. അതിൽ ഏറ്റവും തിളക്കമാർന്ന വിജയമാണ് ഈ മിനിഞ്ഞാന്ന് കലോത്സവത്തിൽ, സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ ഏഷ്യയിലെ ഏറ്റവും വലിയ കലാമേളയിൽ 15,000-ഓളം മക്കൾ പങ്കെടുത്തൊരു വേളയിൽ വെളിമാനം സെൻറ്റ് സെബാസ്റ്റ്യൻ ഹൈസ്കൂളിനെ കൂടി അടയാളപ്പെടുത്താൻ ക്രീഡയിലൂടെ സാധിച്ചു എന്നുള്ളത് ഏറെ സന്തോഷകരമായ കാര്യമാണ്. ഞാൻ കഴിഞ്ഞ 5 ദിവസവും തൃശ്ശൂരിൽ കലോത്സവത്തിലുണ്ടായിരുന്നു. ക്രീഡയുടെ പെർഫോമൻസ് നേരിട്ട് വേദിയിൽ കാണാനും ആസ്വദിക്കാനും കഴിഞ്ഞു. വളരെ നല്ല ഒരു നിലവാരമുള്ള മത്സരമായിരുന്നു. മിക്കവാറും എല്ലാ വേദികളിലും, പ്രത്യേകിച്ച് മോണോആക്ട് ഹൈസ്കൂൾ പെൺകുട്ടികളുടെ മോണോആക്ട് അത്രമേൽ നിലവാരമുള്ളൊരു മത്സരമായിരുന്നു. നല്ല ഒരു മത്സരത്തിൽ ഏറ്റവും മികച്ച പ്രകടനം കാഴ്ചവെച്ചുകൊണ്ട് ഒരു എ ഗ്രേഡ് കരസ്ഥമാക്കുക എന്ന് പറയുന്നത് ചെറിയ കാര്യമല്ല. നമ്മുടെ സംബന്ധിച്ച്, നമ്മുടെ വിദ്യാലയത്തെ സംബന്ധിച്ച് ദീർഘകാലത്തെ ഇടവേളയ്ക്ക് ശേഷമാണ് ഒരു സംസ്ഥാന കലോത്സവ എൻട്രി ലഭിക്കുന്നതും അതിൽ ഏറ്റവും തിളക്കമാർന്ന ഒരു എ ഗ്രേഡ് ലഭിക്കുന്നു എന്നുള്ള സന്തോഷകരമായ കാര്യമാണ്. അതോടൊപ്പം ഞങ്ങളുടെ സന്തോഷം ഇരട്ടിക്കുന്നത് 5 പോയിന്റുകൾക്കാണ് കണ്ണൂർ ജില്ല സ്വർണ്ണക്കപ്പിൽ ഇന്നലെ വൈകുന്നേരം മുത്തമിട്ടത്. അതിന് സാക്ഷിയാകാനുള്ള ഭാഗ്യം കൂടി ലഭിച്ചു. അപ്പോൾ ആ 5 പോയിന്റ് എന്ന് പറയുന്നത് ഞങ്ങളുടെ ഫെഡയുടെ 5 പോയിൻ്റാണെന്ന് ഞങ്ങൾ ഉറച്ച് വിശ്വസിക്കുന്നു. അപ്പോൾ ആ ഒരു പോയിൻ്റ് നേടിയെടുക്കാൻ സാധിച്ചു. അതെല്ലാവർക്കും അവകാശപ്പെടാവുന്ന കാര്യമാണ്, ആർക്കും പറയാവുന്ന കാര്യമാണ്. പക്ഷേ അതിലേക്ക് അവർ 5 വിലപ്പെട്ട പോയിന്റുകൾ സമ്മാനിക്കാൻ വെളിമാനം സ്കൂളിനും സാധിച്ചു. ജില്ലയുടെ വലിയ നേട്ടത്തിൽ പങ്കാളിയാകാൻ സാധിച്ചു എന്നതിൽ ഏറെ അഭിമാനമുണ്ട്. ഫ്രിഡ ഞങ്ങളുടെ സ്കൂളിൻ്റെ അഭിമാനമായ കലാകാരിയാണ്. നാടകത്തിലും ഫ്രിഡ പങ്കെടുത്തിരുന്നു. ജില്ലയിൽ മികച്ച പ്രകടനത്തോടു കൂടി എ ഗ്രേഡ് നേടിയിട്ടുണ്ട്. മോണോആക്റ്റിലും അതുല്യമായ പ്രകടനങ്ങളാണ് കാഴ്ചവെച്ചത്. കഴിഞ്ഞ വർഷം എനിക്ക് തോന്നുന്നു, ഞാൻ കഴിഞ്ഞ വർഷം ഇവിടെ ഉണ്ടായിരുന്നില്ല, കഴിഞ്ഞ വർഷം ജില്ലയിൽ 2ാം സ്ഥാനത്താണ് എത്തിയിരുന്നത് മോണോആക്റ്റിൽ. എങ്കിൽ ഈ വർഷം അത് 1ാം സ്ഥാനത്തിലൂടെ സ്റ്റേറ്റിലെത്താനും തിളക്കമാർന്ന നേട്ടം കൈവരിക്കാനും സാധിച്ചു. നല്ല രീതിയിൽ സ്കൂളിൻ്റെ പ്രവർത്തനങ്ങളോട് സഹകരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വിദ്യാർത്ഥിനിയാണ്. അതുപോലെ തന്നെ പഠനകാര്യങ്ങളിലൊക്കെ വളരെ സജീവമാണ്. കഴിഞ്ഞ ടൈമിൽ പിന്നെ ഈ നാടകം പരിശീലന കാര്യങ്ങളൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് കുറച്ച് ക്ലാസ്സുകളൊക്കെ നഷ്ടപ്പെടുന്ന സാഹചര്യം ഉണ്ടായപ്പോൾ ചെറിയൊരു പ്രയാസം ഉണ്ടായെങ്കിലും ആ പ്രയാസത്തൊക്കെ അതിജീവിക്കുന്ന രീതിയിലുള്ള ഒരു മികച്ച റിസൾട്ട് ഉണ്ടായതിൻ്റെ സന്തോഷത്തിലാണ് ഫ്രിഡയും ഞങ്ങളെല്ലാവരും, അപ്പോൾ വിദ്യാലയം മുഴുവനും. പ്രിയപ്പെട്ട വിദ്യാർത്ഥിനി ഫ്രിഡയ്ക്ക് ഞങ്ങളുടെ എല്ലാവരുടെയും ഹൃദയം നിറഞ്ഞ അഭിനന്ദനങ്ങൾ. ഞങ്ങളുടെ സ്കൂൾ വാർഷിക ആഘോഷവേളയിൽ ഇത് ഞങ്ങൾ വലിയ ആഘോഷമാക്കാൻ വേണ്ടി പ്ലാൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ എങ്ങനെ തോന്നുന്നു നമ്മുടെ കൂട്ടുകാരിയുടെ വിജയത്തെക്കുറിച്ച്? ഫ്രിഡ എൻ്റെ കൂടെ 6ാം ക്ലാസ് തൊട്ട് പഠിക്കുന്നതാണ്. അപ്പോൾ ഇവളെ ഈ വിജയത്തിൽ ഭയങ്കര സന്തോഷമുണ്ട്. കാരണം ഇവളെ വിജയം എന്ന് പറഞ്ഞാൽ നമ്മളെ വിജയം കൂടിയാണല്ലോ. അപ്പം ഇവള് ഉപജില്ലയിൽ പോയപ്പോഴും അറിയായിരുന്നു ഫസ്റ്റ് കിട്ടുന്നു, ജില്ലയിൽ പോയപ്പോൾ അറിയായിരുന്നു ഫസ്റ്റ് കിട്ടുന്നു, സംസ്ഥാനത്ത് പോയിട്ട് എ ഗ്രേഡ് കിട്ടുന്ന ഉറപ്പേനു. നമുക്ക് സന്തോഷം അത്ര തന്നെ. ഫ്രിഡ ഞങ്ങളുടെ എല്ലാവരുടെയും അഭിമാനമായിട്ട് മാറിയിരിക്കുന്നു. പഠനത്തിലും അതുപോലെ തന്നെ പാഠ്യേതര പ്രവർത്തനങ്ങളിലും വളരെ മികവ് പുലർത്തുന്ന കുട്ടിയാണ് ഫ്രിഡ. ഈ അഭിമാന മുഹൂർത്തത്തിൽ ഞങ്ങളെല്ലാവരും ഫ്രിഡയോടൊപ്പം സന്തോഷിക്കുന്നു. എനിക്ക് ഒത്തിരി സന്തോഷമുണ്ട്. ഫ്രിഡയെ പഠിപ്പിക്കുന്നുണ്ട്. ഫ്രിഡ ക്ലാസ്സിൽ നല്ല ആക്റ്റീവാണ്, പഠനത്തിലും കലയിലും പിടിക്കുകയാണ്. അപ്പോൾ നമ്മുടെ കൂടെയുള്ളത് ഒരു പ്രധാനപ്പെട്ട ഒരാളാണ്. കാരണം വെളിമാനം സ്കൂളിൽ ഇപ്രാവശ്യം ഒരു കൊണ്ടുപോകൽ നേടിക്കൊടുത്ത നാടകത്തിൽ ജില്ലാതലത്തിൽ വരെ എത്തിച്ച ഒരു നാടക അധ്യാപകനാണ്. അപ്പോൾ എന്തു പറയുന്നത്, നമ്മുടെ വെളിമാനം സ്കൂളിലെ നാടകം ഒരു സ്വപ്നം നാടകത്തിലേക്ക് എത്തിച്ചതാണ്. ജില്ലയിലും സബ് ജില്ലയിലൊക്കെ ഫസ്റ്റ് അടിച്ചു. അതിൽ എന്താണെന്ന് വെച്ചാൽ ബെന്നി സാറ് ഇവിടെ എച്ച് എം ആയ എന്നെ വിളിച്ചത് കാരണമാണ് ഞാനിവിടെ
നാടകം പഠിപ്പിക്കാനായിട്ട് എത്തിയിട്ടുള്ളത്. ഞാൻ ഇവിടെ വരുമ്പം നാടകത്തെ കൂടുതൽ അറിയാത്ത പിന്നെ ഇതുവരെ നാടകത്തിൽ അഭിനയിക്കാത്ത കുറച്ച് കുട്ടികൾ, ഈ ഒരു അന്തരീക്ഷം, പിന്നെ ഏറ്റവും വലിയൊരു പ്ലസ് പോയിന്റ് എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ ടീച്ചേഴ്സിൻ്റെ സപ്പോർട്ടാണ്. ഭയങ്കര അടിപൊളി സപ്പോർട്ടാണ് ഈ എന്താ പറയുക ഇവരുടെ ഈ ഒരു കാര്യത്തിൽ. രാത്രികാല ലേറ്റ് നൈറ്റ് പ്രാക്ടീസിനാണെങ്കിലും ഒക്കെ ഉണ്ടായിരുന്നത്. അപ്പം ഈ സ്റ്റേറ്റ് കലോത്സവത്തിൽ പങ്കെടുത്ത ഫ്രിഡേ അടക്കമുള്ളവർ എന്താ പറയുക നന്നായി കഷ്ടപ്പെട്ടിട്ടുണ്ട് ഈ പരിപാടിക്ക് വേണ്ടിയിട്ടും നാടകത്തിന് വേണ്ടിയിട്ടും. പിന്നെ മോണാക്ടിനോ അവർ ആ ഒരു എന്താ പറയുക ആ സമയത്തുണ്ടാക്കിയിട്ടുള്ള അവരൊരു ഓളം, അത് ഒരു പുതിയൊരു എന്താ പറയുക നാടക കൾച്ചർ. വെളിമാനത്ത് ഒരു കാലത്ത് എനിസാർക്ക് പറയണ്ടായി, ഒരു കാലത്ത് ഉണ്ടായിരുന്ന അടിപൊളിയായിട്ടുണ്ടായിരുന്ന ഒരു നാടകത്തിൻ്റെ ഒരു തിരിച്ചുവരവാണ് നടത്തിയിട്ടുള്ളതെന്ന് പറയണ്ടായി. അതിൽ ഭാഗമാകാൻ പറ്റിയതിൽ ഒരുപാട് സന്തോഷമുണ്ട്. ഈ നാടക അധ്യാപകന് നാടകം അങ്ങനെ എത്ര വർഷമായി പഠിപ്പിക്കാൻ തുടങ്ങിയിട്ട് നാടകത്തെക്കുറിച്ച്? അതായത് ഇപ്പം ഞാൻ നിലവിലിപ്പോൾ ഇവിടെ വന്നിട്ടുള്ളത്, ഞാനിപ്പം ഒരു BEd വിദ്യാർത്ഥിയാണ്. PKM കോളേജ് മട്ടമ്പത്തെ 1ാം വർഷ BEd വിദ്യാർത്ഥിയാണ്. അപ്പോൾ ഇവിടെ ഒബ്സർവേഷൻ്റെ ഭാഗമായിട്ടാണ് ഇവിടെ കോളേജിൽ ഈ സ്കൂളിൽ വന്നിട്ടുള്ളത്. അപ്പോൾ നാടകത്തെ എന്ന് പറഞ്ഞാൽ ഞാൻ ഈ പറഞ്ഞ പോലെ എല്ലാവർക്കും അറിയാവുന്ന കേരളത്തിലെ തന്നെ പ്രശസ്ത നാടകകലാകാരനായിട്ടുള്ള ജിനോ സാറിൻ്റെ നാടകത്തിൽ അഭിനയിച്ചത് തന്നെയാണ് ഈ നാടകം ഒരു എന്താ പറയുക ചെയ്യണം, അതൊരു പാഷനായി ചെയ്യാമെന്നുള്ളൊരു സീരിയസ് ടേണിംഗ് പോയിന്റിൽ എന്നൊക്കെ പറയാൻ പറ്റുന്നൊരു മൊമെൻറ്റ് എന്ന് പറയുന്നത് ജിനോ സാറിൻ്റെ നാടകത്തിൽ അഭിനയിച്ചു എന്നുള്ളതാണ്. നാടകത്തിൻ്റെ മറ്റൊരു തലങ്ങൾ, അതിന് മറ്റൊരു എന്താ പറയുക അതിനൊരു രാഷ്ട്രീയമുണ്ട്, അതിനൊരു കാഴ്ചപ്പാടുണ്ട്, അതിനെ ജനങ്ങളിലേക്ക് പെട്ടെന്ന് എത്തിക്കാൻ പറ്റുന്നുള്ളൊരു വിശ്വാസമാണ് ഈ ഇത്തരത്തിലുള്ള ഒരു നാടകം തുടരുവാനും ഉള്ളൊരു പ്രചോദനം. അപ്പോൾ ഏറ്റവും കൂടുതൽ ഉയരങ്ങളിൽ എത്തിട്ടെ എന്നുള്ള എല്ലാവരും ആശംസകളും.